എന്റെ കുഞ്ഞേ, ഭാഗ്യം വന്നത് നീ അറിഞ്ഞില്ലേ? നിന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ചെറിയ മാറ്റങ്ങളും ഞാൻ തന്നെ അയച്ചു കൊടുത്തത് ആണ്. നീ കരുതുന്ന പോലെ എല്ലാം നഷ്ടം അല്ല. ചില വഴികൾ ഞാൻ മൂടുന്നത് നിന്റെ കൂടുതൽ നല്ലതിനു വേണ്ടിയാണ്. നീ കാണും മുൻപ് ഞാൻ നിന്റെ വഴി ഒരുക്കുന്നു. നിന്റെ കഷ്ടങ്ങൾ ഒക്കെ നിന്റെ ശക്തി ആക്കാൻ ഞാൻ പഠിപ്പിക്കുന്നു. നീ ഒരിക്കലും തനിച്ചല്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ട് പ്രതി നിമിഷവും. നിന്റെ മനസ്സിൽ ഭയം വേണ്ട. ഭാഗ്യം വന്നുകഴിഞ്ഞു. അത് നിന്റെ പക്കൽ തന്നെ നിൽക്കുന്നു. ഞാൻ നൽകുന്നത് താമസിച്ചു വന്നാലും അത് ശരിയായ സമയത്ത് തന്നെ വരും. വിശ്വസിക്കുക. നിന്റെ സമയം തുടങ്ങിയിരിക്കുന്നു. എന്റെ കുഞ്ഞേ, ഇനി കരയരുത്. നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഒരു അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന വേദന ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ ചിന്തിക്കുന്നു എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം എപ്പോൾ വരും എന്ന്. പക്ഷേ ഞാൻ പറയുന്നു, സമയം അടുത്തു വന്നു കഴിഞ്ഞു. നീ ഇത്രയും നാൾ കാത്തിരുന്നത് വെറുതെ അല്ല. നിന്റെ ഓരോ പ്രാർത്ഥനയും ഞാൻ കേട്ടിരുന്നു. ഓരോ രാത്രിയിലും നീ കരഞ്ഞപ്പോൾ ഞാൻ നിന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഇനി ഒരു പുതിയ വഴി തുറക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു സുന്ദര തുടക്കം വരാൻ പോകുന്നു. വിവാഹത്തിനു വേണ്ടി നീ ഭയപ്പെടേണ്ട. അതിന്റെ വഴി ഞാൻ തന്നെ ഒരുക്കുന്നു. ശരിയായ മനുഷ്യൻ, ശരിയാ കുടുംബം, ശരിയായ സമയത്ത് തന്നെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും. നീ ചിന്തിക്കുന്നു എന്തിനു ഇത്രയും താമസം എന്ന്. അത് ഒരു ദൈവത്തിന്റെ തയ്യാറെടുപ്പാണ്. ഞാൻ ഒരു വാതിൽ മൂടിയാൽ രണ്ടാമത് ഒരു വാതിൽ തുറക്കും. ഇപ്പോൾ തുറക്കുന്ന വാതിൽ നിന്റെ കുഞ്ഞിന്റെ സന്തോഷത്തിനു വേണ്ടിയാണ്. നിന്റെ മനസ്സിൽ ഉള്ള ഭയം ഞാൻ നീക്കും. നിന്റെ വീട്ടിൽ സന്തോഷം നിറയ്ക്കും. ഇനി കരയരുത്. സന്തോഷം വരുന്നു. ഒരു നല്ല വാർത്ത അടുത്ത് തന്നെ നീ കേൾക്കാൻ പോകുന്നു. നീ ഇത് കേട്ടാൽ മതി. വിശ്വാസം വെച്ചു നിൽക്കുക. നിന്റെ കുഞ്ഞിന്റെ വിവാഹം ഉടനെ നടക്കും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നു. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥനകളിൽ ഉണ്ട്. ഞാൻ നിന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ഭാഗ്യം വന്നുകഴിഞ്ഞു. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. ഇനി ഒരിക്കലും നീ കരയരുത്. ഇത് നിന്റെ സമയം ആണ്. വിശ്വാസത്തോടെ ഓം നമഃ ശിവായ പറയൂ. എന്റെ കുഞ്ഞേ, നിന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആശങ്കകളും ഭയങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഒരു അമ്മയുടെ ഹൃദയം എത്ര സങ്കീർണമാണെന്നും എത്ര സ്നേഹത്താലും കരുതലാലും നിറഞ്ഞതാണ് എന്നും എനിക്ക് അറിയാം. നീ ദിനവും ചിന്തിക്കുന്നു, എന്റെ മക്കൾക്ക് പഠനം ശരിയായി നടക്കുന്നുണ്ടോ? അവർ ഭാവിയിൽ വിജയിക്കുമോ? ഇവ ചോദ്യങ്ങൾ നിന്റെ മനസ്സിൽ ഭാരം ഉണ്ടാക്കുന്നു. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ മക്കളുടെ ഭാവി ഇരുട്ടല്ല, അത് വെളിച്ചമാണ്. നിനക്കിപ്പോൾ കാണാൻ കഴിയാത്തത് ഞാൻ ഇതിനകം ഒരുക്കിയിരിക്കുന്നു. നിന്റെ മക്കളുടെ മനസ്സിൽ ഞാൻ ഒരു വിത്ത് നട്ടിട്ടുണ്ട്. ആ വിത്ത് ജ്ഞാനത്തിൻ്റെതാണ്. ആ വിത്ത് വളരാൻ കുറച്ച് സമയം വേണ്ടിവരും. പക്ഷേ അത് വളർന്നാൽ അത് വലിയ ഒരു വൃക്ഷമായി മാറും. ഇപ്പോൾ അവർക്ക് പഠനം ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാകും. ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നുണ്ടാകും. അവർക്ക് ആത്മവിശ്വാസം കുറയുന്നുണ്ടാകും. പക്ഷേ അത് പരാജയം അല്ല. അത് ഒരു ഘട്ടം മാത്രമാണ്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം വീഴും. പക്ഷേ അവസാനം അത് നടക്കും, ഓടും. അതുപോലെ തന്നെയാണ് പഠനവും. നിന്റെ മക്കളുടെ ബുദ്ധി ഞാൻ തുറക്കും. അവർ പഠിക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞാൻ നൽകും. അവർക്ക് ഏകാഗ്രത ലഭിക്കും. ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങും. അവർ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കും. പഠിക്കാൻ താൽപ്പര്യം തോന്നും. നീ അത് കാണും. പക്ഷേ അത് ഉടൻ സംഭവിക്കില്ല. ശാന്തമായി, പതുക്കെ, ഉറപ്പോടെ. നിന്റെ പങ്ക് എന്താണ് അറിയാമോ? ഭയം വിടുക. അവരെ വിശ്വസിക്കുക. നിന്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നീ പറയുന്ന ഓരോ നല്ല വാക്കും അവരുടെ മനസ്സിൽ ശക്തിയാകും. നിനക്ക് കഴിയും. നീ നന്നായി ചെയ്യും. ഇങ്ങനെ പറയുക. അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ഒരു പൂവ് രാവിലെ പൂക്കും, മറ്റൊന്ന് വൈകുന്നേരം. പക്ഷേ രണ്ടും പൂക്കൾ തന്നെയാണ്. നിന്റെ മക്കൾക്കും അവരുടെ സ്വന്തം സമയം ഉണ്ട്. അവർക്ക് സമ്മർദ്ദം നൽകേണ്ട. അവർക്ക് പിന്തുണ നൽകുക. അവരുടെ ചെറിയ ശ്രമങ്ങൾ പോലും ശ്രദ്ധിക്കുക. അത് പ്രശംസിക്കുക. അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിന്റെ വീട്ടിലെ അന്തരീക്ഷം ശാന്തമാക്കുക. ശബ്ദവും സമ്മർദ്ദവും കുറയ്ക്കുക. ശാന്തമായ മനസ്സിൽ പഠനം എളുപ്പമാണ്. ദിവസവും കുറച്ച് സമയം അവരോടൊപ്പം ഇരിക്കുക. അവരോട് സംസാരിക്കുക. പഠനം മാത്രം അല്ല, അവരുടെ മനസ്സ് കേൾക്കുക. അവരുടെ ഭയങ്ങളും സംശയങ്ങളും നീക്കം ചെയ്യുക. നിന്റെ സ്നേഹം അവരുടെ ശക്തിയാണ്. ഇപ്പോൾ അവർക്ക് തോന്നുന്ന പരാജയം നാളെ വിജയത്തിന്റെ അടിസ്ഥാനം ആകും. ഞാൻ അവരുടെ കൂടെയുണ്ട്. നീ കാണാത്ത സമയങ്ങളിലും ഞാൻ അവരെ നയിക്കുന്നു. ഒരു നല്ല അധ്യാപകൻ അവരുടെ ജീവിതത്തിൽ വരും. ഒരു നല്ല അവസരം അവരുടെ മുന്നിൽ തുറക്കും. അവർക്ക് മനസ്സിലാകാത്ത വിഷയങ്ങൾ പോലും പെട്ടെന്ന് വ്യക്തമായിത്തീരും. അത് എന്റെ പ്രവൃത്തിയാണ്. നീ പ്രാർത്ഥിക്കുക. എന്റെ നാമം സ്മരിക്കുക. ഓം നമഃ ശിവായ. ഈ മന്ത്രം ഒരു ശബ്ദം മാത്രമല്ല, ഇത് ഒരു ശക്തിയാണ്. ഈ മന്ത്രം നിന്റെ വീട്ടിൽ സമാധാനം കൊണ്ടുവരും. നിന്റെ മക്കളുടെ മനസ്സിൽ ഏകാഗ്രത നൽകും. പ്രതി ദിവസവും വിശ്വാസത്തോടെ ഇത് ചൊല്ലുക. നീ കാണും മാറ്റങ്ങൾ. നിന്റെ മക്കളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസം കാണും. അവരുടെ ശ്രമത്തിൽ സ്ഥിരത കാണും. അവർ പതിയെ ഉയരും.
നിന്റെ മനസ്സിൽ സംശയം വരുമ്പോൾ എന്നെ ഓർക്കുക. ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ്. അവർ വിജയിക്കും. അവർ ഉയരും. നീ കരുതുന്നതിലും കൂടുതൽ. ഇനി ഭയം വേണ്ട. ഇത് ഒരു മാറ്റത്തിന്റെ സമയം ആണ്. നിന്റെ വീട്ടിൽ സന്തോഷം വരും. നിന്റെ മക്കളുടെ പഠനം നന്നാകും. അത് ഉറപ്പാണ്. വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു. ഒരിക്കലും വിട്ടുകളയില്ല.